കേരളത്തിലെ കോൺഗ്രസ് ദേശാഭിമാനികൾക്കും രാജ്യസ്നേഹികൾക്കും ഒപ്പമാണോ അതോ ദേശദ്രോഹികൾക്ക് ഒപ്പമാണോ എന്ന ചോദ്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ കോൺഗ്രസ് INC കേരള എന്നൊരു എക്സ് അക്കൗണ്ടുണ്ട്. സമൂഹമാധ്യമമായ എക്സിൽ INC കേരള എന്ന് പറഞ്ഞൊരു അക്കൗണ്ടുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരള. ആ അക്കൗണ്ടിൽ പങ്കുവച്ച് അവർ പോസ്റ്റ് ചെയ്ത ഒരു വിവരം ഇന്ന് ലോകത്താകമാനം ചർച്ചയായിരിക്കുകയാണ്. അത് നമ്മുടെ രാജ്യത്തിന് വളരെ ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളതാണ് സത്യം. അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ അതിർത്തിയിൽ നിന്ന്, ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് ഏതാണ്ട് 150-200 കിലോമീറ്ററോളം ദൂരം അകത്തേക്ക് വന്നാൽ മാത്രമാണ് പഹൽഗാമിലെത്താൻ കഴിയുക. ഈ പഹൽഗാമിലെ ബൈസരൺ വാനിയിൽ ഇക്കഴിഞ്ഞ 22-ന് ഉണ്ടായ ഭീകരാക്രമണം സംബന്ധിച്ചാണ് ഈ INC കേരളയിലെ പോസ്റ്റ്. ഈ 200 കിലോമീറ്റർ എങ്ങനെ ഭീകരർക്ക് കടന്നു കയറാൻ കഴിഞ്ഞു? ഈ ഭീകരർക്ക് ഇത്രയും ഭാരമേറിയ ആയുധങ്ങളും മറ്റും വഹിച്ചുകൊണ്ട് എങ്ങനെ ഇവിടെ എത്താൻ സാധിച്ചു? ഇത് വലിയ ദുരൂഹമായിരിക്കുന്നു. ഇത് വളരെ അസ്വാഭാവികമായിരിക്കുന്നു. ഇത് വലിയ സംശയങ്ങൾ ഉണർത്തുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഈ INC കേരളയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ പാകിസ്ഥാനിലെ നിരവധി രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും ഒക്കെ ഇതിനെ റീട്വീറ്റ് ചെയ്യുകയാണ്. നമുക്കറിയാം, സമൂഹമാധ്യമമായ എക്സിൽ വന്ന ഈ ട്വീറ്റ് അവർ റീട്വീറ്റ് ചെയ്ത് അതിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമയോടുകൂടി റീട്വീറ്റ് ചെയ്ത് ലോകം മുഴുവനും പരത്തുകയാണ്. അതായത് ഇന്ത്യക്കുള്ളിൽ പോലും ഇത് പാകിസ്ഥാനാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് ആൾക്കാർ വിശ്വസിക്കുന്നില്ല. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ വിശ്വസിക്കുന്നില്ല. ഇന്ത്യയിലെ BJP ഒഴികെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇത് അംഗീകരിക്കുന്നില്ല. ഇന്ത്യക്കുള്ളിൽ നിന്ന് ഉണ്ടായ ഒരു ആക്രമണത്തെ പാകിസ്ഥാൻ്റെ തലയ്ക്ക് വെച്ച് കെട്ടി പാകിസ്ഥാനോട് വിലപേശുകയാണ്, പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കുകയാണ്, പാകിസ്ഥാനെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ എന്ന പ്രചാരണമാണ് ഇപ്പോൾ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് വഴിമരുന്നിട്ടിരിക്കുന്നതോ ഇന്ത്യയിലെ ഈ 140 വർഷത്തെ പാരമ്പര്യമുണ്ടെന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തു എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കളാണ് ഇത് എക്സ് പ്ലാറ്റ്ഫോമിൽ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ ട്വീറ്റാണ് ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തിന് ഇന്ന് വലിയ നാണക്കേടും അതേസമയം രാജ്യത്തിന് എതിരായ ഒരു ആയുധവും ആയി മാറിയിരിക്കുന്നത്. ദയവായി നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്തിന് നേരെ വരുന്ന ഓരോ നീക്കവും അത് എത്ര ചെറുതാണെങ്കിൽ കൂടി അതിനെ ഒത്തൊരുമിച്ച് നിന്ന് നേരിടുമ്പോഴാണ് നമ്മുടെ അഖണ്ഡതയും നമ്മുടെ ഐക്യവും നമ്മുടെ പരമാധികാരവും ഒക്കെ സംരക്ഷിക്കപ്പെടുന്നത്. അല്ലാതെ രാജ്യത്തിനുള്ളിൽ നിന്ന് വിഘടനവാദമുണ്ടായാൽ 4 പേർ 4 അഭിപ്രായം പറഞ്ഞാൽ ഒരിക്കലും രാഷ്ട്രത്തിന് ഐക്യമുണ്ടാവുകയില്ല. നമ്മളത് കണ്ടു പഠിക്കണം മറ്റു പല വിദേശ രാജ്യങ്ങളിൽ നിന്ന്. ഇസ്രയേൽ പോലെയുള്ള രാജ്യങ്ങൾ, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ ഒക്കെ നമ്മൾ കണ്ടു പഠിക്കണം. അവർക്ക് നേരെ ഒരാക്രമണം ഉണ്ടാവുമ്പോൾ അവിടെ ഭരണപക്ഷമില്ല, പ്രതിപക്ഷമില്ല, അവിടെ വിവിധ രാഷ്ട്രീയ കക്ഷികളില്ല. ഒരൊറ്റ രാഷ്ട്രം, ഒരൊറ്റ ശബ്ദം, ഒരേ ഒരു ഐക്യം. നമ്മൾ കണ്ടു ജർമ്മനിയിൽ, ഫ്രാൻസിൽ, ബ്രിട്ടനിൽ ഒക്കെ ഭീകരാക്രമണം നടക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ ശബ്ദം ഒറ്റക്കെട്ടാണ്, ഒരേ ഒരു ശബ്ദമാണ് അവിടെ നിന്ന് ഉയരുന്നത്. ഏറ്റവും നല്ല പാഠം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് ഇസ്രായേലിൽ നിന്നാണ്. അവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ വലിയ തോതിൽ കൊമ്പ് കോർക്കും. വളരെ ശക്തമായ എതിർപ്പ് പ്രതിപക്ഷം ഉയർത്തും ഭരണപക്ഷത്തിനെതിരെ. ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ, അവിടുത്തെ ആ ഭരണാധികാരിയാണ്, ആ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രതിപക്ഷം വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും കൊണ്ടുവന്നു. വലിയ സമ്മർദ്ദമാണ് അദ്ദേഹത്തിന് മേൽ ചെലുത്തിയത്. പക്ഷേ ഇസ്രയേൽ ജനത ആക്രമിക്കപ്പെട്ടപ്പോൾ, ഇസ്രയേൽ പൗരന്മാർ ആക്രമിക്കപ്പെട്ടപ്പോൾ അതെവിടെ പോയി? അവർ ഒറ്റക്കെട്ടാണ്. അവിടെ ഭരണപക്ഷമില്ല, പ്രതിപക്ഷമില്ല, നെതന്യാഹു ഇല്ല, ഒന്നുമില്ല. അവിടെ ഇസ്രയേൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒറ്റക്കെട്ടായി നിന്ന് അവർ ഇസ്രയേലിൻ്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നു, എതിർക്കുന്നു. ഇവിടെയോ 145 കോടി ജനങ്ങളുണ്ട്, എത്രയോ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, എത്രയോ കാലം രാജ്യം ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്.
ഇപ്പോഴും ഒരു ദേശീയ പാർട്ടിയാണ് കോൺഗ്രസ്. അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നല്ല ശതമാനം വോട്ടുള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ്. ഈ രാജ്യത്തിന് കോൺഗ്രസ് സമ്മാനിച്ച നേട്ടങ്ങളെ ആരും കുറച്ച് കാണുന്നില്ല. ഒരു പാൻ ഇന്ത്യൻ സ്വഭാവമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയൊക്കെ നമുക്ക് ഒഴിവാക്കാം. കാരണം കേരളം വിട്ടാൽ പിന്നെ ബംഗാളിലും ത്രിപുരയിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പണ്ടൊക്കെ അവിടെ ഇവിടെയുമൊക്കെ ചില ട്രേഡ് യൂണിയനുകളെങ്കിലും അവരുടേത് ഉണ്ടായിരുന്നു. ഇന്ന് അതും ഇല്ലാണ്ടായി. പക്ഷേ കോൺഗ്രസ് അങ്ങനെയല്ല. ഒരു ദേശീയ സ്വഭാവമുള്ള ഒരു ദേശീയ പാർട്ടിയാണ്, ദേശീയ രാഷ്ട്രീയ കക്ഷിയാണ് കോൺഗ്രസ്. അത് മറന്നുകൊണ്ട് വെറും രാഷ്ട്രീയ വൈരം മാത്രം വെച്ചുകൊണ്ട് എങ്ങനെയും ഭരണം പിടിക്കണം, എങ്ങനെയും പ്രധാനമന്ത്രി കസേര കിട്ടണം എന്ന ലക്ഷ്യത്തോടെയാണോ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്? നിങ്ങൾ ഓർക്കണം, രാജ്യമുണ്ടെങ്കിലേ പ്രധാനമന്ത്രിയുള്ളൂ, രാഷ്ട്രമുണ്ടെങ്കിലേ ഭരണമുള്ളൂ. ഈ രാഷ്ട്രം നശിച്ചു പോയാൽ, ഈ രാഷ്ട്രത്തിനെ ശത്രുക്കൾ കീഴടക്കിയാൽ ഇത് ഛിന്ന ഭിന്നമായി പോകും. പിന്നെ കോൺഗ്രസുമില്ല, BJPയുമില്ല, ഇടതു പാർട്ടികളുമില്ല, ഒരു പാർട്ടികളുമില്ല. ഈ സത്യം കോൺഗ്രസ് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ വസ്തുത. ഇന്ന് കോൺഗ്രസിൻ്റെ ഈ ട്വീറ്റ്, എക്സ് പ്ലാറ്റ്ഫോമിലെ ഈ പോസ്റ്റ് വലിയ രീതിയിൽ റീട്വീറ്റ് ചെയ്യപ്പെട്ട് റീപോസ്റ്റ് ചെയ്യപ്പെട്ട് ലോകം മുഴുവനും വ്യാപിക്കുകയാണ്. അത് ആയുധമാക്കി പാകിസ്ഥാനും ചൈനയും തുർക്കിയും ഒക്കെ നമുക്കെതിരെ വലിയ നീക്കങ്ങൾ നടത്തുന്നു. നോക്കൂ, ശത്രുവിൻ്റെ നീക്കങ്ങൾ അറിഞ്ഞ് ശത്രുവിനെ അടിച്ചമർത്തി അവൻ്റെ നീക്കങ്ങളെ ഇല്ലായ്മ ചെയ്ത് നമുക്ക് നേരെ വരുന്ന ആക്രമണങ്ങളെ പ്രതിരോധിച്ച് തിരിച്ചടിച്ച് ശത്രുവിനെ ഇല്ലായ്മ ചെയ്യുക എന്ന ദൗത്യത്തെക്കാൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനും നമ്മുടെ സൈന്യത്തിനും നമ്മുടെ പോലീസിനും ഒക്കെ ചെയ്യേണ്ടി വരുന്നത് ഈ രാജ്യത്തിനകത്തുള്ള ഇത്തരം ശത്രുക്കളെ നേരിടുക, അവരെ ഒതുക്കുക എന്നുള്ളതിലേക്കാണ്. നോക്കൂ, എത്ര ദയനീയമായിരിക്കുന്നു. ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് അഭിമാനപൂർവ്വം തല ഉയർത്തി പറയാൻ തക്കവണ്ണം നമുക്കിന്ന് സാധിക്കുമോ? നാണക്കേടിൻ്റെ പരകോടിയിലെത്തി നിൽക്കുകയാണ് നമ്മൾ. നമ്മുടെ രാജ്യത്തിനകത്തു നിന്ന് തന്നെ ഈ നമുക്ക് നേരെ നടന്ന ഒരു ആക്രമണം, നമ്മൾ ശത്രുവിൻ്റെ ആക്രമണത്തെ നമ്മൾ സംശയദൃഷ്ടിയോടുകൂടി കണ്ടുകൊണ്ട് അതിലൊക്കെ സംശയം ജനിപ്പിച്ചുകൊണ്ട് വർത്തമാനം പറയുന്നു. ഇത് നമ്മൾ മുംബൈ ഭീകരാക്രമണ സമയത്തും നമ്മൾ കണ്ടതാണ്. ഇവിടെ ഹിന്ദു ഭീകരതയുണ്ട് എന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ ഒരു കൂട്ടം നേതാക്കൾ രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. അവസാനം അത് സോപ്പ് കുമിള പോലെ തകർന്നു പോകുന്ന കാഴ്ചയും രാജ്യം കണ്ടു. യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കാനായി. ഇവിടെയും അതുതന്നെയാണ്. യഥാർത്ഥ കുറ്റവാളികൾ താമസിയാതെ നിയമത്തിൻ്റെ മുന്നിലെത്തും. പക്ഷേ ഈ കോൺഗ്രസ് അഴിച്ചുവിട്ട, കുടം തുറന്നുവിട്ട ഈ ഭൂതത്തെ നമുക്ക് പെട്ടെന്നൊന്നും പിടിച്ചു കെട്ടാൻ സാധിക്കില്ല. ഇത് നമ്മുടെ ആഭ്യന്തര ശക്തിയെ, നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെയുള്ള നമ്മുടെ ഐക്യവും നമ്മുടെ അഖണ്ഡതയും അതിലൂടെ ഉണ്ടായി വരുന്ന ശക്തിയെ ഇല്ലായ്മ ചെയ്യാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. ദയവ് ചെയ്ത് കോൺഗ്രസ്സുകാരാ, നിങ്ങളുടെ പാരമ്പര്യം മറക്കരുത് എന്നു മാത്രമാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാൻ ഉള്ളത്.